ആദ്യത്തെ 3 വർഷം എവിടെ ആയിരുന്നു? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ താമസിച്ചേ? പണിക്ക് പോകുന്ന സമയത്ത് വീട്ടിൽ വന്ന് വീട്ടിലേക്ക് നമ്മളൊന്ന് ജീവിക്കും. പണിക്ക് പോകുന്ന സമയമാകുമ്പോൾ ഞാൻ പണിക്ക് പോകും. അപ്പൊ അതുപോലെ തന്നെയല്ലേ ഇപ്പോഴും? എങ്ങനെ? അപ്പൊ നിങ്ങൾ പണിക്ക് പോകുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഇനി പോകാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. അപ്പൊ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ലൈബിലിറ്റി ആദ്യം തീർത്ത് കഴിയുമ്പോ അവര് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് തീർക്കണമെങ്കിൽ ഇപ്പൊ എന്റെ പേരിൽ സ്വന്തം പേരിൽ 5 സെന്റ് സ്ഥലം അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുക. ആ അറ്റാച്ച്മെന്റ് പിന്നെ അത് 5 സെന്റിന് മാത്രം മതി. ആ സ്ഥലം വിറ്റിട്ട് ഇവരുടെ കൊടുക്കാനുള്ള പൈസ എത്ര കൊടുക്കില്ലല്ലോ. ഈ കോടതി മുഖാന്തരം അവർക്ക് ചെലവിന് കൊടുക്കാത്തതുകൊണ്ടാണ് അത് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനെ ആ പൈസ അടക്കിയ എന്റെ കൊടുക്കാൻ വേറെ മാർഗ്ഗമില്ല. അതുകൊണ്ട് മാസം തോറും പണിക്ക് പോകാനും കഴിയില്ല. പണിക്ക് പഠനം അടുത്ത് പോകാനും കഴിയില്ല. എന്തോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് നിങ്ങൾ മനസ്സ് വന്ന് ചെയ്യുന്ന ഏതൊരു ജോലിയോ ആവട്ടെ, ആ ജോലി ചെയ്ത് നിങ്ങൾ ഇവർക്ക് കൊടുക്കാനുള്ള കോടതിയിൽ 35,000 രൂപ കൊടുത്തിട്ടുണ്ട്. ബാക്കി മാസം അവർക്ക് ചെലവിനുള്ളത് കൊടുക്കും. എന്നിട്ട് അവരുടെ ആ ലയബിലിറ്റി ക്ലിയർ ചെയ്ത് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു സ്വാഭാവികമായിട്ട് അവരൊന്ന് നിങ്ങളുടെ കൂടെ താമസിക്കുമല്ലോ. അത് കൊടുക്കട്ടെ, അത് ചെയ്തിട്ട് വന്ന് താമസിച്ചാൽ മതി. അവരുടെ പൈസ മൊത്തം പെട്ടെന്ന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്റെ ഈ 5 സെന്റ് സ്ഥലം വിൽക്കാതെ രക്ഷയില്ല. അത് വിൽക്കാൻ പറ്റത്തില്ല. വേറെ വസ്തുക്കളുണ്ടല്ലോ. വേറെ വസ്തുക്കളൊന്നും ഇല്ല. സ്വന്തം പേരിലില്ല. സ്വന്തം പേരിൽ ഈ 5 സെന്റ് സ്ഥലം അത് രണ്ടുപേരുടെ കൂടെ പേരില്ല. അനിയൻ താമസിക്കുന്നത് നിങ്ങളുടെ പിന്നെ അനിയന്റെ കൂടെ പേരിലുള്ളതല്ലേ? അതുണ്ട്. അത് 2 സെന്റ് സ്ഥലമുണ്ട്. 2 സെന്റ് സ്ഥലം. ആ 2 സെന്റ് സ്ഥലം നിങ്ങൾക്ക് നിങ്ങളുടെ പേര് 2 സെന്റ് സ്ഥലമുണ്ട്. അതാ കുടുംബത്തിന്റെ നമ്മുടെ വീട്ടിന്റെ വീതം. ആ വീതം എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് അങ്ങോട്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ലേ? അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ അത് വിൽക്കുകയോ അല്ലെങ്കിൽ അതിന് തക്ക തുക അതും അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കണമെന്ന് എനിക്കറിയില്ല. അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണോ ആണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല അതേപ്പറ്റി. അത് ഞാൻ അന്വേഷിക്കണം. അല്ല, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളാരാ വേറെ? എന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ കോടതി മുഖാന്തരമുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നൊന്നും എനിക്കറിയില്ല. എന്തൊക്കെയാ ചെയ്തു വെച്ചിരിക്കുന്നത്? നിങ്ങളുടെ ഈ 2 സെന്റ് വസ്തുവിന്റെ പേരിൽ ഒരു സംഗതി വന്നാൽ നിങ്ങളുടെ അനിയനെങ്കിലും പറയത്തില്ലേ നിങ്ങളോട്? വക്കീൽ എന്നോട് പറഞ്ഞാൽ എന്റെ പേരിലുള്ള എല്ലാ സാധനങ്ങളും ഞാൻ പിന്നെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കാന്ന് പറഞ്ഞു. അപ്പൊ വക്കീലിനറിയാം നിങ്ങളുടെ പേരിൽ ഏതൊക്കെ വസ്തുക്കളുണ്ടെന്ന്? വക്കീലിനറിയാം. നിങ്ങൾ പറയാതെ വക്കീൽ എങ്ങനെ അറിയും? വക്കീല് പറയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വക്കീൽ എനിക്ക് എന്റെ വീടുണ്ട് 2 സെന്റ്. അച്ഛൻ ഞങ്ങൾ 4 മക്കളുണ്ട്. 8 സ്ഥലമുണ്ട്. 2 സെന്റ് സ്ഥലം. വസ്തുവിന്റെ വിവരണം വക്കീലിന്റെ അടുത്ത് കൊടുത്തെങ്കിലേ വക്കീൽ അറിയത്തുള്ളൂ. വിവരണം വക്കീൽ ചോദിച്ചിങ്ങനെ പേര് സ്വത്തുണ്ടോ ഞാൻ പറഞ്ഞു. കേസ് നിങ്ങൾക്കറിയാം നിങ്ങളുടെ പേരിൽ എന്തൊക്കെ വസ്തുക്കളുണ്ടെന്ന്. എന്റെ സ്വന്തം പേരിൽ ആ വസ്തു ഈ അടുത്തിടെ ആയത്. കാരണം എന്ന് വെച്ചാൽ അച്ഛൻ മരിച്ചതിന് ശേഷം വീടൊന്നും വെച്ചില്ലായിരുന്നു. ഇപ്പൊ അടുത്തിടെ എന്റെ സ്വന്തം പേരിലായത്. നിങ്ങൾക്ക് വസ്തു ഉണ്ടെന്നുള്ള രേഖ കാണിച്ചാൽ മാത്രമേ കോടതിക്ക് അത് അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ആ രേഖ കാണിച്ചിട്ടുണ്ടല്ലോ. ഞാൻ കാണിച്ചിട്ടില്ല. പക്ഷേ എഴുതി തന്ന വസ്തു ഈട് വെച്ച് നമുക്ക് പൈസ എടുത്ത് ഈ വസ്തുവിന്റെ അറ്റാച്ച്മെന്റ് 25,000 രൂപ ലോൺ എടുത്തത് ഇപ്പൊ 1 ലക്ഷത്തോളം ആയിട്ടുണ്ട്. ആ കടം തീർക്കാൻ പറ്റുമോ? അത് ആ പൈസ കിട്ടുമെങ്കിൽ തീർക്കാം. അത് എത്രമാത്രം കിട്ടും? അവിടെ വസ്തുവിന് എന്തോ വിലയുണ്ട്? അവിടുത്തെ വസ്തുവിന്റെ ഇപ്പോഴത്തെ എനിക്കറിയില്ല. സെന്റിന് 1 ലക്ഷം രൂപ വരുമോ? ഇല്ല. 50,000 ഇല്ല. അത്രയൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. 50,000 ചിലപ്പോ ഉണ്ടാവുമായിരിക്കും. കടം തീർക്കാനുള്ള പൈസ കിട്ടുമല്ലോ. കിട്ടുമെങ്കിൽ എടുത്തിട്ട് കടം തീർക്കും. ഒരുപാട് ഉണ്ടാക്കിയിട്ടാണ് അത് വെച്ചത്. എനിക്കത് കളഞ്ഞിട്ട് ഇനിയും പോയിട്ട് ആ ബാധ്യത ആറി തീർക്കും. ഞാൻ ജോലി എടുത്ത് വേണം അത് തീർക്കാൻ. ഉണ്ട്. സുജയുടെ സ്വന്തമായിട്ടൊരു വീടുണ്ട്. ആ വീട്ടിൽ വന്ന് ഇദ്ദേഹവും താമസിച്ച അപ്പച്ചയും കൂടെ വന്ന് അവിടെ താമസിച്ച് ജീവിക്കണമെന്നുള്ളതാണ് നമുക്ക് അഭിപ്രായം. പക്ഷെ അത് നിങ്ങൾ ശ്യാംകുമാർ നല്ല രീതിയിൽ വരൂല. അവിടുന്ന് അങ്ങനെ വരൂല. വരൂലെന്ന് അവര് പറഞ്ഞിട്ടുണ്ട്. എത്രയോ തവണ പറഞ്ഞു. അങ്ങനെ ഒരു സജഷൻ ഇതുവരെ വന്നിട്ടില്ലല്ലോ. അല്ല, അങ്ങനെയല്ല. ഞാൻ എന്നോട് ഇങ്ങോട്ടൊരു പ്രാവശ്യം പറഞ്ഞു, മോനെ ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് ഞാൻ നിന്റെ കൂടെ വരിക. ഞാൻ പറഞ്ഞു നമുക്കൊരു പണി ചെയ്യാം. ഇത് വിറ്റിട്ട് വേറെ സ്ഥലവും വരെ മേടിച്ചിട്ട് ഞാൻ എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും കൂട്ടി നമുക്ക് എല്ലാവർക്കും കൂടി നമുക്ക് വേറെ എവിടെയെങ്കിലും മാറി താമസിക്കാന്ന് പറഞ്ഞു. ഞാൻ മരിക്കും വരെ ഇവിടെ നിൽക്കും, ഞാൻ എങ്ങും വരൂല അന്ന് പറഞ്ഞു. അതൊക്കെ അമ്മമാരല്ലേ അവരോട് പറഞ്ഞു. അവരുടെ വീട്ടിൽ തന്നെ വന്ന് താമസിക്കട്ടെ. ആയിക്കോട്ടെ. എവിടെ പിന്നെ ഞാൻ പോകില്ല. അവിടെ വാടകയ്ക്ക് വീടെടുക്കാം. വാടകയ്ക്ക് വീടെടുത്ത് അങ്ങോട്ട് പോവാ. ഞാൻ അവിടെ പോകില്ല. വാടകയൊക്കെ നിങ്ങൾ കൊടുക്കുവോ? വാടക കൊടുക്കാതിരിക്കാൻ പറ്റും. ജോലിയും വരുമാനം ഇല്ലാത്ത നിങ്ങൾ വാടക എങ്ങനെ കൊടുക്കും? ജോലിക്ക് പോകും. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊരു അച്ഛൻ എന്നുള്ള ഒരു സ്നേഹം ഉള്ളിൽ കിടപ്പുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അത് പ്രകടിപ്പിക്കാൻ ഒരു ആഗ്രഹമുണ്ടോ? എനിക്ക് പ്രകടിപ്പിക്കാൻ ആഗ്രഹവും ഉണ്ട്. അപ്പൊ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അതൊരു ചാൻസ് അല്ലേ? ഇപ്പൊ ഇവരുടെ വീട്ടിലേക്ക് പോയാല് നിങ്ങൾക്ക് അപ്പച്ചി തള്ളയും കൊണ്ട് ഞാൻ അവരുടെ വീട്ടിലേക്ക് പോയി താമസിക്കും. നിങ്ങൾ ആർക്കാ പ്രയോറിറ്റി? നിങ്ങൾ ആർക്കാ
എനിക്ക് രണ്ട് കൂട്ടരുടെ ഇത് വേണം. ഈ കടം വാങ്ങിച്ച് നശിച്ചു പോകും മാഡം. അത് ഇവരടുത്തുണ്ടല്ലോ, അവരടുത്തുണ്ടെന്ന് പറഞ്ഞാൽ പ്രായം ചെന്ന അച്ഛനും അമ്മയും അവർക്ക് എത്ര നാൾ നോക്കാൻ പറ്റും? എല്ലാ സാധനങ്ങളും കഷ്ടപ്പെട്ടാണ് എന്റെ മോനെ വളർത്തുകയും അതിനോടുകൂടി എല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായ ബാധ്യതകളാ. അപ്പച്ചി മാത്രമല്ലേ അവിടെ ഉള്ളൂ? അപ്പച്ചിയുടെ വീട്ടിൽ പോയ ഒരു ജീവിതത്തിന് എനിക്ക് ആഗ്രഹമില്ല. അവിടെ കുടുംബമുണ്ടല്ലോ, എന്നിട്ട് അവിടെ താമസിക്കാൻ ഇന്ന് വരെയാണ് തയ്യാറായിട്ടില്ല കല്യാണം കഴിഞ്ഞത്. അപ്പച്ചയുടെ വീട്ടിൽ പോയി താമസിക്കണം, അപ്പച്ചയുടെ വീട്ടിൽ പോയി താമസിക്കണം. ഇതാണ് പല്ലവി. അയ്യോ അല്ല, കുടുംബത്തിൽ എന്താ താമസിക്കാത്ത? കുടുംബത്തെ അനിയനും ഭാര്യയും താമസിക്കും. അനിയൻ വരെ വെച്ച് കഴിഞ്ഞു. അതിന് ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ അങ്ങോട്ട് ഒരിക്കലും എന്റെ അന്നത്തെ തീരുമാനം ഇന്നത്തെ തീരുമാനം ഒന്ന് തന്നെ, അങ്ങോട്ട് പോകില്ല എന്നുള്ളതാണ്. വൃദ്ധയായ അവരെ ഞാൻ സംരക്ഷിച്ചേനെ, ഞാൻ നോക്കിയേനെ. ഞങ്ങളെ എന്നെയോ എന്റെ മോനെയോ സംരക്ഷിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്യാതെ ഞാൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങോട്ട് പോകുന്നത്? എനിക്ക് അതിനൊരു മനസ്സുണ്ടാവണ്ടേ? മേഡം, എനിക്കൊരു അഭ്യർത്ഥനയേ ഉള്ളൂ. ഈ 11 വർഷമായിട്ട് നമ്മൾക്കെല്ലാം മൊബൈലുണ്ടല്ലോ. ഈ ഒരു ഭാര്യയും കുഞ്ഞിനെ ഇവിടെ വന്നതിന് ശേഷമാണ് കാണുന്നത്. കൊച്ചനെ മേഡം കണ്ടിട്ടില്ല. മോനോട് ചോദിച്ചോ, മോന്റെ അച്ഛനെ അറിയാവോന്ന് ചോദിച്ചു.